നെക്സ്റ്റ് വൺ നമ്മൾ ഇതുവരെ കൊണ്ടുവരാത്ത ഒരു പുതിയ കളറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ന്യൂഡ് ബ്രൗൺ ഷെയ്ഡാണ്. മീഡിയം ടു ഡബിൾ എക്സൽ സൈസാണ്. എപ്പോഴും നമ്മൾ സെറി എംബ്രോയിഡറി വർക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ദിസ് ടൈം ഹെവി ഹാൻഡ് വർക്ക് ഓൺ നെക്ക് ലൈൻ. നല്ല തിക്ക് ആൻഡ് എലഗൻറ്റ് ഫിനിഷിങ്ങിലുള്ള ഹാൻഡ് വർക്കാണ് നെക്ക് ലൈനിൽ കൊടുത്തിരിക്കുന്നത്. വി ആണ് നെക്ക് ലൈൻ വന്നിരിക്കുന്നത്. വി ഷേപ്പിലാണ്. 3/4 ആണ് സ്ലീവ്സ് വരുന്നത്. വിചിത്ര സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. എ ലൈൻ കട്ടാണ്. അതാണ് ഇതിന്റെ ഒരു സെക്കൻഡ് സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. സോഫാർ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം സൈഡ് സ്ലിറ്റഡ് ആണ്. അപ്പോൾ ഒത്തിരി പേര് റിക്വസ്റ്റ് കമന്റ് ബോക്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എ ലൈൻ പാറ്റേൺ കൊണ്ടുവരാൻ. അപ്പോൾ ഇത് എ ലൈൻ പാറ്റേൺ ആണ്. സോ നമുക്കൊരു ഫംഗ്ഷൻസിനൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി എത്തനിക് സ്റ്റൈലുള്ള കുർത്തിയാണ്. ഇതാണ് നമ്മുടെ ടോപ്പ് വരുന്നത്. ബോട്ടം പീസ് വരുന്നത് 40 ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട്. സ്ട്രെയിറ്റ് കട്ട് ആയിട്ടുള്ള ബോട്ടം ആണ് വരുന്നത്. സ്ട്രെയിറ്റ് കട്ട് ആയിട്ട് 40 ഇഞ്ചസ് ലെങ്തില് വിചിത്ര സിൽക്കിന്റെ തന്നെ മെറ്റീരിയലിൽ വരുന്ന ബോട്ടമാണ്. അപ്പൊ നമ്മുടെ ആ നെക്ക് ലൈനിലെ വർക്കും ഈ വൺ സൈഡില് ഇതുണ്ട്, ഇങ്ങനെ ഹെവി ആയിട്ട് തന്നെ ദുപ്പട്ടയിൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബാക്ക് സൈഡ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈനിങ് എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ കുർത്തി വെയർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ന്യൂഡ് ബ്രൗൺ ഷെയ്ഡാണ്. ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഷെയ്ഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എ ലൈൻ കട്ടാണ്. നമ്മുടെ ദുപ്പട്ടയുടെ വർക്ക് വരുന്നത് വൺ സൈഡ് ആയിട്ട് വെയർ ചെയ്യുമ്പം ഇങ്ങനെയാണ് വരുന്നത്. ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ്. ഇങ്ങനെ വരും. എ ലൈൻ കട്ടാണ്. വെരി ബ്യൂട്ടിഫുൾ. നല്ലൊരു ഔട്ട്ഫിറ്റ്. റേറ്റ് അപ്പം നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റിന്റെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡീപ്പ് ആയിട്ടുള്ള ഒരു പർപ്പിൾ വൈൻ ഷെയ്ഡാണ് കേട്ടോ. ശരിക്കും നല്ലൊരു അടിപൊളി ഒരു പാർട്ടി വെയർ ലുക്ക് തരുന്ന പർപ്പിൾ വൈൻ ഷെയ്ഡാണ്. M to XXL സൈസാണ്. ലെങ്ത് വരുന്നത് 47 ഇഞ്ചസ് ആണ്. ഇതാണ് ലെങ്ത് വരുന്നത്. എ ലൈൻ കട്ടാണ്. കണ്ടല്ലോ, എ ലൈൻ ആണ്. നല്ല ഫ്ലയറിലുള്ള എ ലൈൻ കട്ടാണ്. വിചിത്ര സിൽക്കാണ്. ഗ്ലോസി ആയിട്ടുള്ള സമ്മർ സീസണിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഔട്ട്ഫിറ്റ് ആണ് വിചിത്ര സിൽക്ക്. ഔട്ട്ഫിറ്റ് മീൻസ് സമ്മറിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വിചിത്ര സിൽക്ക്. അധികം കട്ടിയൊന്നുമില്ല. നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന മെറ്റീരിയൽ ആണല്ലോ. സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നുണ്ട്. എന്നാ രസം നോക്കി. നല്ല രസമുള്ള ഒരു റെഡിന്റെ ടിൻ്റുള്ള ഡീപ്പ് വൈൻ ഷെയ്ഡാണ് കേട്ടോ. വൈൻ അല്ല പർപ്പിൾ ഷെയ്ഡ് നമുക്ക് പറയാൻ പറ്റും. അതിലേക്ക് ആന്റിക് ബീഡ്സിന്റെ വർക്ക് നെക്ക് ലൈനിൽ ഹെവി ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ബോട്ടം പീസ് വരുന്നത് വിചിത്ര സിൽക്ക് ഫാബ്രിക് തന്നെ 40 ഇഞ്ചസ് ലെങ്തിൽ വിത്ത് ലൈനിങ്ങോട് കൂടിയ ബോട്ടമാണ്. ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ലാർജ് സൈസാണ്. ദുപ്പട്ട വരുന്നത് വൺ സൈഡില് ഇതുപോലെ തന്നെ ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് അടിപൊളി സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ദുപ്പട്ടയാണ്. അപ്പൊ നമ്മുടെ കുർത്തി വെയർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ഫങ്ഷണൽ വെയർ ആയിട്ടുള്ള കളറാണ്. നല്ല രസമുണ്ട്. അപ്പൊ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല രസമുള്ള പീകോക്ക് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. കറക്റ്റ് ആയിട്ടുള്ള പീകോക്ക് ബ്ലൂ ഷെയ്ഡാണ്. ഇത് ആന്റി കളേർഡ് ആയിട്ടുള്ള ബീഡ്സിന്റെ ഇത്രയും ഹെവി വർക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അത്രയ്ക്കും നല്ല തിക്കായിട്ടുള്ള ഹെവി ഹാൻഡ് വർക്കാണ് നെക്ക് ലൈനിലേക്ക് കൊടുത്തിരിക്കുന്നത്. എ ലൈൻ ആണ്. നല്ല ഫ്ലെയറിലുള്ള 46 to 47 ഇഞ്ചസ് ലെങ്ത് വരുന്ന എ ലൈൻ കട്ടാണ് കുർത്തിക്ക്. ബോട്ടത്തിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സെയിം കളേർഡ് ആയിട്ടുള്ള ബോട്ടം, മോണോക്രോം തീമിൽ വരുന്ന കുർത്തിയാണ്. ഇതാണ് ദുപ്പട്ട വരുന്നത്. നല്ല രസമുള്ള പീകോക്ക് ബ്ലൂ ഷെയ്ഡ്. റേറ്റ് വരുന്നത് 1140. നല്ല ഫംഗ്ഷൻസിനൊക്കെ കളർ സൂപ്പർ ആയിരിക്കും കേട്ടോ. കളറിന് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. നെക്സ്റ്റ് കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ്. കൈൻഡ് ഓഫ് ഒണിയൻ ആൻഡ് മോപ്പിങ്ങും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള നല്ലൊരു ഷെയ്ഡ്. ഇതാ ഹെവി ആയിട്ട് തന്നെയുള്ള ഹാൻഡ് വർക്ക് നമ്മുടെ നെക്ക് ലൈനിലേക്ക് കൊടുത്തിട്ടുണ്ട്. അത് നല്ല രസമായിട്ട് ഇങ്ങനെ ചെരിച്ച് ഒരു പ്രത്യേക പാറ്റേണിലാണ് കേട്ടോ വർക്ക് കൊടുത്തിരിക്കുന്നത്. എ ലൈൻ കട്ടാണ്. ഇതുണ്ടോ, നല്ല രസമുള്ള എ ലൈൻ കട്ടാണ്. ഇതാണ് നമ്മുടെ ദുപ്പട്ട വരുന്നത്. ഇതാണ് ദുപ്പട്ട. ഹെവി ഹാൻഡ് വർക്ക്ഡ് നമ്മൾ കാണിച്ചേക്കാം. സെയിം ടോൺ ടു ടോൺ ആയിട്ട് വരുന്ന ബോട്ടമാണ്. ലാസ്റ്റ് ടൈം നമ്മൾ ചെയ്തപ്പം ബഡ്ജറ്റ് റേറ്റിൽ നിർത്താൻ വേണ്ടിയിട്ട് ബോട്ടത്തിന് വിസ്കോ ഷാൻഡൂൺ യൂസ് ചെയ്ത് കളറിൽ ഒരു പൊടിക്ക് ഡിഫറൻസ് ഉണ്ടായിരുന്നു. എല്ലാം ഒരുപോലെ ആയി കഴിഞ്ഞ റേറ്റ് വ്യത്യാസം വരും, ഒത്തിരി മാറിപ്പോവില്ലോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 1140, ഫ്രീ ഷിപ്പിംഗ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡീപ്പ് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. ഡീപ്പ് ആൻഡ് ഡാർക്ക് ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡാണ്. പാർട്ടി വെയർ ആയിട്ട് നല്ലതായിരിക്കും. എ ലൈൻ കട്ടാണ്. 46 to 47 ഇഞ്ചസ് ലെങ്ത് ഉണ്ട്. ഫുൾ ലെങ്തിൽ ലൈനിങ് ഉണ്ട്. സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിനാണ്. ബ്ലൂമിങ് കളേഴ്സ് പോലെ അത്രയും നല്ല കളർ കിട്ടുന്ന വിചിത്ര സിൽക്ക് ഫാബ്രിക് ആണ്. ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ്. നല്ല ഹെവി ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ള വൺ സൈഡ്, ഒരു സൈഡിലാണ് ദുപ്പട്ടയുടെ വർക്ക് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ദുപ്പട്ട വരുന്നത്. പിന്നെ നമ്മുടെ ബോട്ടം പീസ് സെയിം കളർ ആയിട്ടുള്ള വിചിത്ര സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ബോട്ടമാണ്.
ടോട്ടൽ 5 കളേഴ്സാണ്. ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് 40 ഇഞ്ചസ് ആണ്. ഇത് ലാർജിൻ്റെ ബോട്ടമാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ലാർജിൻ്റെ ബോട്ടമാണ് ഈ നല്ല രസമുള്ള മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. 1140 M2XXL സൈസ്, ഫ്രീ ഷിപ്പിംഗ്. റെഡി വെയർ സെറ്റോട് കൂടി ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഇഫ് യു വാട്സപ്പ് ത്രൂ ഓർഡർ പ്ലേസ് ചെയ്യാം. നമ്മുടെ 2 വാട്സപ്പ് നമ്പേഴ്സ് ഉണ്ട്. സ്ക്രീൻഷോട്ട് വെബ്സൈറ്റ് പർച്ചേസ് ചെയ്താണേലും വാട്സപ്പ് ത്രൂ ആണെങ്കിലും ഒരു നമ്പറിൽ മാത്രം സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്താൽ മതി. വെബ്സൈറ്റ് പർച്ചേസ് ചെയ്യുന്നവർ ഒരു കാര്യം ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മെയിലായിട്ട് തന്നെ അപ്ഡേഷൻ ഉണ്ടായിരിക്കും. ബട്ട് എനി ടൈം എനി ഡൗട്ട് കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുന്നവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ്, ഓൾ ഇന്ത്യ പോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഡാമേജസിന് മാത്രമേ റിട്ടേൺ ഉള്ളൂ. അതുകൊണ്ടൊരു പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കാൻ മറക്കരുത്. സൈസ് ഇഷ്യൂസിന് റിട്ടേൺ ഇല്ലാത്തതുകൊണ്ട് 1 സൈസ് അപ്പ് എടുത്താൽ ഒരു കുഴപ്പമില്ല, എപ്പോഴും സേഫാണ്. എല്ലാവരുടെയും സപ്പോർട്ട് നന്ദി.